വീടൊന്ന് പെയിൻറ് ചെയ്ത് ഭംഗിയാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കും ഏകദേശം എത്ര രൂപ മൊത്തത്തിൽ വേണ്ടി വരുമെന്ന്. അത്തരത്തിൽ നിങ്ങളുടെ വീട് പെയിൻറ് ചെയ്യണയിൽ എത്ര രൂപയാകുമെന്ന് ഏകദേശം കണ്ടുപിടിക്കുന്ന ചെറിയൊരു കണക്കുകൂട്ടലാണ് ഇന്നത്തെ വീഡിയോ. 1340 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു നില വീടിൻ്റെ പ്ലാനാണിത്. ഈ ഒരു വീട് പെയിൻറ് ചെയ്യാൻ എത്ര രൂപയാകുമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അല്ലെങ്കിൽ എത്ര ലിറ്റർ പെയിൻറ് ഇതിനാവശ്യമായി വരുമെന്ന് നോക്കാം. സിറ്റ് ഔട്ടിൽ എത്ര ലിറ്റർ പെയിൻറ് ആകുമെന്ന് നോക്കാം. 2 വോളും സീലിങ്ങുമാണ് ഉള്ളത്. അതിൽ ഒരു വോളിൽ മെയിൻ ഡോറും മറ്റൊരു വോളിൽ വിൻഡോയുമുണ്ട്. അതിനെ ഡിഡക്ഷനായി കണക്കാക്കി മറ്റു വോൾ ഏരിയ മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. ഡിഡക്ഷൻ ഏരിയ തടിയുടെയും പട്ടയും കമ്പിക്കും ആവശ്യമായ പെയിൻ്റായി കണക്ക് കൂട്ടാവുന്നതാണ്. ആദ്യം വോൾ ഏരിയ കണക്ക് കൂട്ടാം. 3.41 ഇൻറ്റു 1.75 = 5.97 m² ആണ് ആദ്യത്തെ വോളിൻ്റെ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. 3.41 ഇൻറ്റു 3 = 10.23 m² ആണ് രണ്ടാമത്തെ വോളിൻ്റെ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിലെ സീലിംഗ് ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 1.75 ഇൻറ്റു 3 = 5.25 m² ആണ് ഇതിൻ്റെ ഏരിയയായി ലഭിക്കുന്നത്. വോളും സീലിങ്ങും കൂടാതെ സിറ്റ് ഔട്ടിൻ്റെ 2 ഓപ്പൺ സ്പേസിൽ 2 ബീം കൂടിയുണ്ട്. അതിൻ്റെ ഏരിയ കൂടി നമുക്കിതിൽ കണക്കാക്കേണ്ടതുണ്ട്. 3.41 ഇൻറ്റു 0.90 = 3.07 m² ആണ് ആദ്യത്തെ ബീമിൻ്റെ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. 1.75 ഇൻറ്റു 0.90 = 1.58 m² ആണ് രണ്ടാമത്തെ ബീമിൻ്റെ ഏരിയയായി ലഭിക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. ഇപ്പോൾ കിട്ടിയ വോൾ ഏരിയകളും സീലിംഗ് ഏരിയയും കൂടാതെ ആ 2 ബീമിൻ്റെ ഏരിയയും കൂടെ ടോട്ടൽ സം ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ ഏരിയ. 26.1 m² ആണ് ഈ ഏരിയകൾ കൂട്ടുമ്പോൾ ടോട്ടലായി നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ കാണേണ്ടത് ഡിഡക്ഷൻ ഏരിയ ആണ്. അതായത് ഈ വോൾ ഏരിയ കണ്ടുപിടിച്ചതിൽ ഡോറിൻ്റെയും വിൻഡോയുടെയും സ്ഥാനങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ വോൾ പെയിൻറ് നമുക്ക് ആവശ്യമില്ല. സോ ആ ഏരിയകൾക്ക് പറയുന്നതാണ് ഡിഡക്ഷൻ ഏരിയ. അതാണ് നമ്മൾ ഇനി അടുത്തതായി കാണുന്നത്. വിൻഡോ വരുന്ന ഭാഗത്തെ ഏരിയ നമുക്ക് കാണാം. 1.10 ഇൻറ്റു 2.10 = 2.31 m² ആണ് ഇതിൽ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായി ഡോറ് വരുന്ന ഭാഗത്തെ ഏരിയ കാണാം. 1.50 ഇൻറ്റു 1.80 = 2.70 m² ആണ് ഡോറ് വരുന്ന ഭാഗത്തിലെ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. ഈ 2 ഏരിയകൾ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻ ഏരിയ ലഭിക്കുന്നതാണ്. 5.01 m² ഏരിയയാണ് ടോട്ടൽ ഏരിയയായി നമുക്ക് ലഭിച്ചത്. ഈ ഡിഡക്ഷൻ ഏരിയ ടോട്ടൽ ഏരിയയിൽ നിന്ന് കുറച്ചാൽ വോൾ ഏരിയ മാത്രമായി ലഭിക്കും. അതായത് നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട വോളിൻ്റെ ഏരിയ മാത്രമായി ലഭിക്കുന്നതാണ്. 26.10 ആണ് നമുക്ക് ടോട്ടൽ വോൾ ഏരിയയായി ലഭിച്ചത്. അതിൽ നിന്ന് 5.01 m² ഡിഡക്ഷൻ ഏരിയ കുറയ്ക്കുമ്പോൾ 21.01 m² നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ആ വോളിന് മാത്രമായിട്ടുള്ള ഏരിയ ലഭിക്കും. ഇനി ഇതിനു എത്ര ലിറ്റർ പെയിൻ്റ് ആകുമെന്ന് നോക്കാം. അതിനായി കോമൺ ആയൊരു ഫോർമേഷൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ചാൽ നമുക്ക് എത്ര ലിറ്റർ പെയിൻറ് ആവശ്യമുണ്ടെന്ന് കിട്ടും. ഏരിയ ടു ലിറ്റർ കൺവേർഷനാണിത്. 1 ലിറ്റർ പെയിൻറ്റിൽ 8 m² മുതൽ 10 m² ഏരിയ കവർ ചെയ്യുമെന്നാണ് കമ്പനികൾ പറയുന്നത്. നമുക്കും അതുതന്നെ വിശ്വാസത്തിലെടുക്കാം. അങ്ങനെയെങ്കിൽ 1 m² ഏരിയയിൽ എത്ര ലിറ്റർ പെയിൻറ് വേണ്ടി വരുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 1 m² ഏരിയയിൽ 0.125 ലിറ്റർ പെയിൻറ് വേണ്ടി വരുമെന്നാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ രീതിയിൽ സിറ്റൗട്ടിൻ്റെ വാളിൽ പെയിൻറ് ചെയ്യാനായി എത്ര ലിറ്റർ പെയിൻറ് വരുമെന്ന് നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. 21.09 m² ആണ് നമുക്ക് വോൾ ഏരിയ മാത്രമായി ലഭിച്ചത്.
അതിനെ 0.125 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2.64 ലിറ്റർ പെയിൻറ്റ് എന്ന് നമുക്ക് ലഭിക്കും. അതായത് സിറ്റൗട്ടിൻ്റെ വാൾ മാത്രം പെയിൻറ്റ് ചെയ്യാൻ 2.64 ലിറ്റർ വാൾ പെയിൻറ്റ് നമുക്ക് വേണ്ടി വരുന്നു. ഡിഡക്ഷൻ വന്ന ഏരിയ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഏകദേശം ഡോറിനും ജനലിനും ആവശ്യമായ പെയിൻറ്റിൻ്റെ അളവ് ലഭിക്കുന്നതാണ്. അത്തരത്തിൽ കണക്ക് കൂട്ടുമ്പോൾ 5.01 m² ഇൻറ്റു 0.125 ഈസിക്കൽ ടു 0.626 ലിറ്റർ എന്ന് നമുക്ക് ലഭിക്കും. ഈ രീതിയിൽ തന്നെ മറ്റു മുറികൾക്ക് ആവശ്യമായ പെയിൻറ്റിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് ഹോൾ ആൻഡ് ഡൈനിങ് റൂമിന് ആവശ്യമായ പെയിൻറ്റിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാം. 4 വോളുകളാണ് ഹാളിലും ഡൈനിങ് ഏരിയയിലുമായി ഉള്ളത്. കൂടാതെ സീലിംഗും ഇതിൽ ഉൾപ്പെടുന്നു. ഹാളിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഏരിയ ഒരുമിച്ചെടുക്കുന്നത് രണ്ടും ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ടാണ്. അതായത് ഇതിനിടയിൽ പാർട്ടീഷനൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയയിലോട്ട് കടക്കാം. 3.41 ഇൻറ്റു 6.47 ഈസിക്കൽ ടു 22.06 m²ഉം 3.41 ഇൻറ്റു 3 ഇൻറ്റു 2 ഈസിക്കൽ ടു 20.46 m²ഉം 6.47 ഇൻറ്റു 3 ഇൻറ്റു 2 ഈസിക്കൽ ടു 38.82 m²ഉം ഏരിയകളാണ് വാളിലും സീലിങ്ങിനുമായി നമുക്ക് ലഭിക്കുന്നത്. മൊത്തം 4 വോളുകളിൽ 2 വോളുകളും സെയിം ഡയമെൻഷൻ ആയതുകൊണ്ടാണ് ഒരു വാളിൻ്റെ കണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഹാൾ ആൻഡ് ഡൈനിങ്ങിലെ ടോട്ടൽ വാൾ ആൻഡ് സീലിംഗ് ഏരിയയായി നമുക്ക് ലഭിക്കുന്നത് 81.34 m² ആണ്. ഇതിലും ഡോറുകളും വിൻഡോകളുമായി കുറേ ഡിഡക്ഷൻ ഏരിയകൾ വരുന്നുണ്ട്. പൂജാ റൂമും ഡിഡക്ഷൻ ഏരിയയാണ് ഇതിൽ കൂട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പ്ലാനിൽ പൂജാ റൂം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെപ്പറേറ്റായി കണക്ക് കൂട്ടാവുന്നതാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ പൂജാ റൂമും കൂടെ കൂട്ടി കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. 5 വ്യത്യസ്ത ഏരിയകളാണ് നമുക്ക് ഡിഡക്ഷൻ ഏരിയയായി ലഭിക്കുന്നത്. അതിൽ മെയിൻ ഡോറിൻ്റെ ഏരിയ 1.10 ഇൻറ്റു 2.10 ഈസിക്കൽ ടു 2.31 m² ആണ്. ഡോറ് 2ൻ്റെ ഏരിയ 0.90 ഇൻറ്റു 2.10 ഇൻറ്റു 2 ഈസിക്കൽ ടു 3.78 m² ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഇത് 2 എണ്ണം ഉള്ളത് കൊണ്ടാണ്. വിൻഡോയുടെ ഏരിയ 1.50 ഇൻറ്റു 1.80 ഈസിക്കൽ ടു 2.70 m² ആണ്. ഓപ്പണിംഗ് വരുന്ന ഭാഗത്തെ ഏരിയ 1.20 ഇൻറ്റു 2.10 ഈസിക്കൽ ടു 2.52 m² ആണ്. പൂജാ റൂമിൻ്റെ ഏരിയ ആയി കാണുന്നത് 1.20 ഇൻറ്റു 1.20 ഇൻറ്റു 2 ഈസിക്കൽ ടു 2.88 m² ആണ്. ടോട്ടൽ ഡിഡക്ഷൻ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത് 14.19 m² ആണ്. ടോട്ടൽ വാൾ ഏരിയ കണക്കാക്കാൻ ടോട്ടൽ വാൾ ആൻഡ് സീലിംഗ് ഏരിയയിൽ നിന്ന് ഈ ഡിഡക്ഷൻ ഏരിയ കുറയ്ക്കണം. 81.34 മൈനസ് 14.19 ഈസിക്വൽ ടു 67.15 m² ഏരിയയാണ് വാൾ ഏരിയ മാത്രമായി ലഭിക്കുന്നത്. ഇനി ഇതിന് എത്ര ലിറ്റർ പെയിൻറ്റ് ആവശ്യമാണെന്ന് നോക്കാം. 67.15 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 8.39 ലിറ്റർ എന്ന് ലഭിക്കുന്നു. 8.39 ലിറ്റർ പെയിൻ്റാണ് ഹോൾ ആൻഡ് ഡൈനിങ്ങിൽ വാളിനും സീലിങ്ങിനും മാത്രമായി വേണ്ടത്. ഡിഡക്ഷൻ ഏരിയ ഉള്ള ഭാഗത്ത് 14.19 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 1.77 ലിറ്ററാണ് ആവശ്യമായി വരുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിനുള്ളത്. പക്ഷേ നമ്മൾ ഒരു ബെഡ്റൂമിന് ആവശ്യമായ പെയിൻറ്റിൻ്റെ അളവ് മാത്രമേ ഇപ്പോൾ കണക്ക് കൂട്ടുന്നതുള്ളൂ. വീഡിയോയുടെ ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ മുറികളും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ 3 ബെഡ്റൂമിൻ്റെ അളവുകളിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതിനാൽ ഒന്നിൻ്റെ ഏരിയ കണ്ടിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ആ പെയിൻറ്റിൻ്റെ അളവ് കണക്കാക്കുന്നത്. ആദ്യം തന്നെ ബെഡ്റൂമിൻ്റെ സീലിംഗ് ഏരിയ കണ്ടുപിടിക്കാം. 3.5 ഇൻറ്റു 3.82 ഈസിക്കൽ ടു 13.37 m² ആണ് സീലിംഗ് ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. 4 വാളുകളാണ് ബെഡ്റൂമിനുള്ളത്.
രണ്ട് വോളുകൾക്ക് സെയിം ഡയമെൻഷൻ ആയതുകൊണ്ട് ഒരെണ്ണം എടുത്ത് രണ്ടും കൊണ്ട് ഗുണിക്കുന്നു. 3.5 ഇൻറ്റു 3 ഇൻറ്റു 2 ഈസിക്കൽ ടു 21 m² ഏരിയ ആണ് ഒരു വാളിൻ്റെ നമുക്ക് ലഭിക്കുന്നത്. 3.82 ഇൻറ്റു 3 ഇൻറ്റു 2 ഈസിക്കൽ ടു 22.92 m² ഏരിയ ആണ് അടുത്ത വാളുകൾക്കായി നമുക്ക് ലഭിക്കുന്നത്. ടോട്ടൽ ഏരിയ കണക്ക് കൂട്ടുമ്പോൾ 57.29 m² ഏരിയയാണ് നമുക്ക് ലഭിക്കുന്നത്. ഡിഡക്ഷനായി വരുന്നത് ഡോർ 1 0.9 ഇൻറ്റു 2.10 ഈസിക്കൽ ടു 1.89 m² ആണ്. അതിൽ വിൻഡോയുടെ ഡിഡക്ഷൻ ഏരിയയായി വരുന്നത് 1.50 ഇൻറ്റു 1.50 ഇൻറ്റു 2 ഈസിക്കൽ ടു 4.50 ആണ്. ടോട്ടൽ ഡിഡക്ഷൻ ഏരിയ 6.39 m² ആണ്. ടോട്ടൽ സീലിംഗ് ആൻഡ് വോൾ ഏരിയയിൽ നിന്ന് ഡിഡക്ഷൻ ഏരിയ കുറയ്ക്കുമ്പോൾ 57.29 മൈനസ് 6.39 ചെയ്യുമ്പോൾ 50.9 m² ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 50.90 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 6.36 ലിറ്റർ എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ബെഡ്റൂം വാൾ ആൻഡ് സീലിംഗ് പെയിൻറ് ചെയ്യാൻ 6.36 ലിറ്റർ വാൾ പെയിൻറ് ഏകദേശം നമുക്ക് വേണ്ടി വരുന്നു. ഡിഡക്ഷൻ ഏരിയ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ 6.39 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 0.798 ലിറ്റർ പെയിൻറ് എന്ന് ലഭിക്കും. 3 ബെഡ്റൂമിന് ആവശ്യമായ പെയിൻറ്റിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാം. 6.36 ലിറ്റർ പെയിൻറ്റ് ഇൻറ്റു 3 ബെഡ്റൂം ഈസിക്കൽ ടു 19.08 ലിറ്റർ എന്ന് നമുക്ക് ലഭിക്കുന്നു. അതായത് 3 ബെഡ്റൂമിന് കൂടി 19.08 ലിറ്റർ വാൾ പെയിൻറ്റ് ആവശ്യമായി വരുന്നു. ഇതൊരു ഏകദേശ കണക്കാണ്. ഡിഡക്ഷൻ ഏരിയ പെയിൻറ്റ് നമുക്ക് 3 ബെഡ്റൂമിലൂടെ കണക്കാക്കുമ്പോൾ 0.798 ഇൻറ്റു 3 ഈസിക്കൽ ടു 2.394 ലിറ്റർ എന്ന് വരുന്നു. ഇനി ടോയ്ലറ്റിന് എത്ര ലിറ്റർ പെയിൻറ് വരുമെന്ന് നോക്കാം. 2 ടോയ്ലറ്റാണ് ഇതിലുള്ളത്. സാധാരണ ടോയ്ലറ്റുകൾക്ക് 7 അടി പൊക്കം വരെ വോൾ ടൈൽ ഒട്ടിക്കാറുണ്ട്. ബാക്കി വരുന്ന വോള് മാത്രമേ പെയിൻ്റ് അടിക്കാറുള്ളൂ, കൂടാതെ സീലിങ്ങും. ആ ഒരു ഡയമെൻഷൻ വെച്ചാണ് നമ്മളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4 വാളും ഒരു സീലിങ്ങുമാണ് ടോയ്ലറ്റിനുള്ളത്. 2.38 ഇൻറ്റു 20 ഈസിക്കൽ ടു 2.86 m² ആണ് സീലിങ്ങിൻ്റെ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. 2.38 ഇൻറ്റു 0.90 ഇൻറ്റു 2 ഈസിക്കൽ ടു 4.28 m²ഉം 1.20 ഇൻറ്റു 0.90 ഇൻറ്റു 2 ഈസിക്കൽ ടു 2.16 m² ഏരിയയാണ് വോൾ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ടോട്ടൽ ഏരിയ കാണുമ്പോൾ 9.30 m² ആയാണ് നമുക്ക് ലഭിക്കുന്നത്. ഡിഡക്ഷൻ ഏരിയയിൽ വരുന്നത് വെന്റിലേഷനാണ്. ഇവിടെ ഡിഡക്ഷനായി ഡോർ ഏരിയ കൂട്ടേണ്ടതില്ല. കാരണം ആ ഒരു അളവ് വരെ വോൾട്ടേജിലായിരിക്കും വോളിലുള്ളത് എന്നതുകൊണ്ടാണ്. 0.80 ഇൻറ്റു 0.50 ഈസിക്കൽ ടു 0.40 m² ആണ് ഡിഡക്ഷൻ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. ടോട്ടൽ ഏരിയയിൽ നിന്ന് ഡിഡക്ഷൻ ഏരിയ കുറയ്ക്കുമ്പോൾ 9.30 മൈനസ് 0.40 ഈസിക്കൽ ടു 8.90 m² ആണ് കിട്ടുക. ഇതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 8.90 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 1.11 ലിറ്റർ എന്ന് നമുക്ക് ലഭിക്കും. ഇത് 2 ടോയ്ലറ്റിനും കൂടി കണക്കാക്കിയാൽ 1.11 ഇൻറ്റു 2 ഈസിക്കൽ ടു 2.22 ലിറ്റർ എന്ന് ലഭിക്കും. അതായത് 2 ടോയ്ലറ്റിനും കൂടി ആവശ്യമായി വരുന്ന പെയിൻറ്റിൻ്റെ അളവ് 2.22 ലിറ്റർ ആയിരിക്കും. ഡിഡക്ഷൻ ഏരിയ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ 0.40 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 0.05 ലിറ്റർ എന്ന് ലഭിക്കും. അതായത് ഒരു ടോയ്ലറ്റിൻ്റെ വെന്റിലേഷൻ ഭാഗം പെയിൻറ്റ് ചെയ്യണേൽ 0.05 ലിറ്റർ പെയിൻറ്റ് വേണമെന്ന് അർത്ഥം. അപ്പോൾ 2 ടോയ്ലറ്റിലെ ഡിഡക്ഷൻ ഏരിയയിലെ ഭാഗങ്ങൾ പെയിൻറ്റ് ചെയ്യണേൽ 0.05 ഇൻറ്റു 2 ഈസിക്കൽ ടു 0.10 ലിറ്റർ, അതായത് 0.10 ലിറ്റർ പെയിൻറ്റ് ആവശ്യമായി വരും. അടുത്തതായി കിച്ചണിലേക്ക് കടക്കാം. ഈ പ്ലാനിൽ വർക്ക് ഏരിയയും ഉള്ളതുകൊണ്ട് ഒന്നിൻ്റെ മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് 2നും ആവശ്യമായ പെയിൻറ്റിൻ്റെ അളവാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്കിത് സെപ്പറേറ്റായി കണക്കാക്കാവുന്നതാണ്. 4 വോളും സീലിങ്ങുമാണ് ഇതിലുമുള്ളത്.
3.20 ഇൻറ്റു 2.68 ഈസിക്കൽ ടു 8.58 എം സ്ക്വയറും 3.20 ഇൻറ്റു 3 ഇൻറ്റു 2 ഈസിക്കൽ ടു 19.2 എം സ്ക്വയറും 2.68 ഇൻറ്റു 3 ഇൻറ്റു 2 ഈസിക്കൽ ടു 16.08 എം സ്ക്വയറുമാണ് സീലിങ്ങിൻ്റെയും വോളിൻ്റെയും ഏരിയയായി നമുക്ക് ലഭിക്കുന്നത്. ടോട്ടൽ ഏരിയ ഓഫ് വോൾ ആൻഡ് സീലിംഗ് കണക്ക് കൂട്ടുമ്പോൾ 43.86 എം സ്ക്വയർ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഡിഡക്ഷനായി വരുന്നത് 0.90 ഇൻറ്റു 2.10 ഈസിക്കൽ ടു 1.89 എം സ്ക്വയറും 1.50 ഇൻറ്റു 1.50 ഈസിക്കൽ ടു 2.25 എം സ്ക്വയറുമാണ്. ടോട്ടൽ ഡിഡക്ഷൻ ഏരിയയായി നമുക്ക് ലഭിക്കുന്നത് 4.14 എം സ്ക്വയർ ആണ്. ടോട്ടൽ ഏരിയ നോക്കുമ്പോൾ 43.86 എം സ്ക്വയർ മൈനസ് 4.14 എം സ്ക്വയർ ഈസിക്കൽ ടു 39.72 എം സ്ക്വയർ എന്ന് ലഭിക്കും. ഏരിയയെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 39.72 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 4.97 ലിറ്റർ പെയിൻറ്റ് എന്ന് ലഭിക്കും. കിച്ചണിലേക്കും വർക്ക് ഏരിയയിലേക്കും കൂടിയുള്ള പെയിൻറ്റിൻ്റെ അളവ് നോക്കുമ്പോൾ 4.97 ലിറ്റർ ഇൻറ്റു 2 ഈസിക്കൽ ടു 9.94 ലിറ്റർ വാൾ പെയിൻറ്റ് ആവശ്യമായി വരും. ഡിഡക്ഷൻ ഏരിയയിലെ പെയിൻറ്റ് കണക്കാക്കുമ്പോൾ 4.14 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 0.52 ലിറ്റർ എന്ന് ലഭിക്കും. അത് കിച്ചണിലും വർക്ക് ഏരിയയിലും കൂടെ കണക്ക് കൂട്ടുമ്പോൾ 0.52 ഇൻറ്റു 2 ഈസിക്കൽ ടു ഏകദേശം 1 ലിറ്ററോളം പെയിൻറ്റ് ആവശ്യമായി വരുന്നു. ഇൻറ്റീരിയർ വാൾ മുഴുവൻ പെയിൻറ്റ് ചെയ്യാൻ ഏകദേശം എത്ര പെയിൻറ്റ് വേണ്ടി വരുമെന്ന് നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. സിറ്റ് ഔട്ട് 2.64 ലിറ്റർ, ഹാൾ ആൻഡ് ഡൈനിങ് 8.39 ലിറ്റർ, ബെഡ്റൂം 3 എണ്ണം 19.08 ലിറ്റർ, ടോയ്ലറ്റ് 2 എണ്ണം 2.22 ലിറ്റർ, കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ 9.94 ലിറ്റർ. ടോട്ടൽ 42.27 ലിറ്റർ പെയിൻറ്റ് ആവശ്യമായി വരുന്നു. ഇൻറ്റീരിയറിലെ ഡിഡക്ഷൻ ഏരിയയിലെ പെയിൻറ്റിൻ്റെ അളവ് കണക്ക് കൂട്ടുമ്പോൾ സിറ്റ് ഔട്ട് 0.626 ലിറ്റർ, ഹാൾ ആൻഡ് ഡൈനിങ് 1.77 ലിറ്റർ, ബെഡ്റൂം 3 എണ്ണം 2.394 ലിറ്റർ, ടോയ്ലറ്റ് 2 എണ്ണം 0.10 ലിറ്റർ, കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ 1 ലിറ്റർ. ടോട്ടൽ 4.89 ലിറ്റർ എന്ന് ലഭിക്കുന്നു. ഡിഡക്ഷൻ ഏരിയകളിൽ, അതായത് ജനൽ, കതക് അവിടെയൊക്കെ അടിക്കാനുള്ള പെയിൻറ്റിൻ്റെ അളവ് കുറവായാണ് ഇപ്പോൾ കണക്കിൽ കാണിക്കുന്നതെങ്കിലും എക്സ്റ്റീരിയർ ഭാഗത്തെ കാൽക്കുലേഷൻ കൂടി വരുമ്പോൾ കിട്ടുന്നതും ഇതിൻ്റെ കൂടെ ആഡാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അളവ് ലഭിക്കുന്നതാണ്. ഇനി എക്സ്റ്റീരിയർ വാളിലേക്ക് ആവശ്യമായ പെയിൻറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കാം. 44.52 മീറ്ററാണ് ഈ പ്ലാനിൻ്റെ മൊത്തം ചുറ്റളവ്, അതായത് ഈ വീടിൻ്റെ മൊത്തം ചുറ്റളവ്. അതിനെ ഹൈറ്റും കൊണ്ട് ഗുണിച്ചാൽ എക്സ്റ്റീരിയർ ഏരിയ മൊത്തം നമുക്ക് ലഭിക്കുന്നതാണ്. 44.52 അതായത് ചുറ്റളവ് ഇൻറ്റു 3 മീറ്റർ അതായത് ഹൈറ്റ് ഈസിക്കൽ ടു 133.56 മീറ്റർ സ്ക്വയർ ഏരിയ എന്ന് ലഭിക്കും. ഡിഡക്ഷൻ അപ്രോക്സിമേറ്റ് 32 മീറ്റർ സ്ക്വയർ ആണ്. ടോട്ടൽ വാൾ ഏരിയ ആയി നമുക്കപ്പം ലഭിക്കുന്നത് 133.56 മൈനസ് 32 ഈസിക്കൽ ടു 101.56 എം സ്ക്വയർ എന്നാണ്. എക്സ്റ്റീരിയർ വാൾ ഏരിയ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 101.56 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 12.70 ലിറ്റർ എന്ന് ലഭിക്കുന്നു. ഡിഡക്ഷൻ ഏരിയ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 32 ഇൻറ്റു 0.125 ഈസിക്കൽ ടു 4 ലിറ്റർ എന്ന് ലഭിക്കുന്നു. വീടിൻ്റെ വോളിനാവശ്യമായ മൊത്തം പെയിൻറ്റിൻ്റെ അളവ് നോക്കുമ്പോൾ 42.27 ലിറ്റർ പ്ലസ് 12.70 ലിറ്റർ ഈസിക്കൽ ടു 54.97 ലിറ്റർ എന്ന് ലഭിക്കുന്നു. ഡിഡക്ഷൻ ഏരിയയിലെ മൊത്തം വാൾ പെയിൻറ്റിൻ്റെ അളവ് നോക്കുമ്പോൾ 4.89 ലിറ്റർ പ്ലസ് 4 ഈസിക്കൽ ടു 8.89 ലിറ്റർ പെയിൻറ്റ് എന്ന് ലഭിക്കുന്നു. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാളിനാവശ്യമായ പെയിൻറ്റിൻ്റെ അളവ് 55 ലിറ്ററായാണ് ഈ കാൽക്കുലേഷൻ വഴി നമുക്ക് ലഭിച്ചത്. പക്ഷേ പെയിൻറ്റ് മാത്രമായി നമ്മൾ അടിക്കാറില്ലല്ലോ. സോ 40 മുതൽ 50 ലിറ്റർ പെയിൻറ്റ് മതിയാവും നോർമലി വാട്ടർ മിക്സ് ചെയ്ത് അടിക്കാൻ. തടിയിലും മറ്റു ഡിഡക്ഷൻ സർഫേസുകളിലുമായി 8 മുതൽ 10 ലിറ്റർ വരെ പെയിൻറ്റ് ആവശ്യമായി വരും. അപ്രോക്സിമേറ്റ് കളർ വാൾ പെയിൻറ്റിന് പെർ ലിറ്റർ 250 രൂപ ആവറേജിൽ ലഭിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ 40 ലിറ്റർ പെയിൻറ്റ് വേണമെങ്കിൽ 40 × 280 ഈസിക്കൽ ടു 11,200 രൂപ എന്ന് വരും.
ഒറ്റ കോട്ടിനുള്ള പെയിൻറ്റിൻ്റെ അളവാണ് ഈ 40 ലിറ്റർ. നിങ്ങൾ 2 കോട്ടാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 80 ലിറ്റർ ആകും. അങ്ങനെയെങ്കിൽ 80 ലിറ്റർ ഇൻറ്റു 280 = 22,400 രൂപ എന്നായിരിക്കും. തടിയുടെയും മറ്റ് പട്ടയും കമ്പിയുടെയും ഒക്കെ പെയിൻറ്റിന് അപ്രോക്സിമേറ്റ് 300 രൂപയാണ് ലഭിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ 10 ലിറ്റർ പെയിൻറ്റ് നമുക്ക് ആവശ്യമെങ്കിൽ 300 രൂപ നിരക്കിൽ 3000 രൂപ ഇതിന് ആവശ്യമാകും. പെയിൻറ്റിൻ്റെ മാത്രം അളവും ചിലവുമാണ് ഇതിലുള്ളത്, മറ്റൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. പെയിൻറ്റിൻ സാമഗ്രികളുടെ വിലയും തൊഴിൽ വേതനവും അതാത് പ്രദേശങ്ങളിൽ വ്യത്യാസം വന്നേക്കാമെന്നതുകൊണ്ട് ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനി ഉടമ്പടിയായി സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാകുമെന്ന് പറയാം. സ്ക്വയർ ഫീറ്റിൽ പെയിൻറ്റും ലേബറും എല്ലാം ഉൾപ്പെടെ ഏകദേശം ആവറേജ് 200 രൂപ നിരക്കിലാണ് ഇപ്പോൾ വർക്ക് എടുക്കുന്നതായി കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. കൂടാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.